ഇന്ന് ലൗഡ് സ്പീക്കറിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പരുമലയിലെ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിശാൽ വി പണിക്കറാണ്. ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഡോക്ടർ, ഇപ്പം നമ്മൾ ന്യൂറോളജി സംബന്ധമായി നോക്കുമ്പോൾ ഇന്ന് കൂടുതൽ ആളുകളും കാണപ്പെടുന്ന ഒന്നാണ് സ്ട്രോക്ക്. അപ്പം എന്താണ് സ്ട്രോക്ക് എന്നുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. ഹാർട്ടിനുണ്ടാകുന്ന അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്ക്. അതേപോലെ ബ്രെയിനിനുണ്ടാക്കുന്ന അറ്റാക്കിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണസാധ്യത ഉള്ളതും അതല്ലെങ്കിൽ മോർബിഡിറ്റി അല്ലെങ്കിൽ ഒരാളെ സ്ഥിരമായിട്ട് തന്നെ ഒരു ബെഡ് റിഡൺ സ്റ്റേറ്റിലേക്ക് ആക്കാൻ ശക്തിയുള്ളതുമായ ഒരു അസുഖമാണ് സ്ട്രോക്ക്. ഇപ്പം ഡോക്ടർ, ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അവയർനെസ് ആണ് വേണ്ടത്. അതിന് നമ്മൾ എങ്ങനെ സ്ട്രോക്ക് ഒരാൾക്ക് ഉണ്ടാകുന്നു തിരിച്ചറിയുകയാണ് വേണ്ടത്. അതിന് നമുക്ക് സാധാരണ ഒരു കോഡ് ഉപയോഗിക്കാം. ബി ഫാസ്റ്റ് എന്നാണ് കോഡ്, BEFAST. അതിനകത്ത് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ആണ്. ഒരാൾക്ക് പെട്ടെന്നൊരു ബാലൻസ് തെറ്റിപ്പോവുക, തലയ്ക്ക് കറക്കം ഉണ്ടാകുക. തലകറക്കം ചിലപ്പം ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട്, ചെറിയ കാര്യങ്ങൾ കൊണ്ടും വരാം, അതുപോലെ തന്നെ വലിയ സ്ട്രോക്കുകൾ കൊണ്ടും വരാം. പിന്നെ ഇ എന്ന് പറയുന്നത് ഐ ആണ്. പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ച പോവുക, അല്ലെങ്കിൽ ഒരു സൈഡിലെ കാഴ്ച പോവുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക തുടങ്ങിയ അവസ്ഥകൾ വരാം. പിന്നെ എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഫേസ്, നമ്മൾ മുഖം കോടിപ്പോവുക. അത് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു സിംറ്റം. മുഖം പെട്ടെന്ന് കോടുക, സംസാരം കുഴച്ചിൽ വരിക, അതുപോലുള്ള. പിന്നെ എ എന്ന് പറയുന്ന ആം, കൈക്കോ കാലിനോ ഉണ്ടാകുന്ന ബലക്കുറവോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടാ അറിയാത്ത അവസ്ഥ, തരിപ്പ്, ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. എസ് എന്ന് ഉദ്ദേശിക്കുന്ന സ്പീച്ച്, സംസാരശേഷി നഷ്ടപ്പെടുക, അതേപോലെ സംസാരം കുഴഞ്ഞു വരിക, ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകാതിരിക്കുക. ബ്രെയിനിൻ്റെ ഫങ്ഷനാണ്. നമ്മൾ തമ്മിൽ തന്നെ സംസാരിപ്പിക്കുമ്പോൾ താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ്. അതേപോലെ തിരിച്ച് ഉത്തരം പറയണമെങ്കിലും എൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഏരിയ, അത് ലെഫ്റ്റ്, നമുക്ക് ലാംഗ്വേജ് സെൻറ്റർ എന്ന് പറഞ്ഞ ബ്രെയിനിൽ സെൻറ്ററുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു രക്തയോട്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാരശേഷി അഥവാ ഒരാൾ പറയുന്നത് മനസ്സിലാക്കാനോ തിരിച്ച് റിപ്ലൈ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സ്ട്രോക്കിനുള്ള ലക്ഷണങ്ങൾ. ഇത് മെയിൻലി നമുക്ക് കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു ലക്ഷണമാണ്. ഏറ്റവും അവസാനത്തെ ടി എന്ന് പറയുന്നത് ടൈമാണ്. ബ്രെയിനിലോട്ടൊരു രക്തയോട്ടം നിന്ന് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ബ്രെയിനിലെ കോശങ്ങൾ മരിച്ചു തുടങ്ങും. അപ്പോൾ ആ കോശങ്ങൾ എത്ര സമയം കഴിഞ്ഞാണോ അത് ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ ആ രക്തക്കൊഴൽ തുറക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി ട്രീറ്റ് ചെയ്യുന്നത്, അതുവരെ ആ ഡാമേജ് ഓൺഗോയിങ് ആണ്. സ്ട്രോക്ക് വന്ന സമയം മുതൽ അങ്ങോട്ട് ഡാമേജ് കൂടി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. എത്തിക്കുമ്പം ഹോസ്പിറ്റൽ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണോ എന്നറിയണം. സ്ട്രോക്ക് റെഡി എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് ഒരു CT സ്കാനോ MRI ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ളതായിരിക്കണം. അതേപോലെ സ്ട്രോക്കിന് കൊടുക്കാനുള്ള അലിയിക്കുന്ന മരുന്നുകളുണ്ട്, ഓൾട്ടിപ്ലേസ്, ടെനക്റ്റിപ്ലേസ് എന്നൊക്കെ പറഞ്ഞ് അതെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് എത്തിക്കേണ്ടത്. നമ്മൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുകയോ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കുന്നത് ഉചിതമല്ല സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മളെ സമയം നഷ്ടപ്പെടും. ആദ്യത്തെ 60 മിനിറ്റ് ഗോൾഡൻ പീരീഡ് എന്ന് പറയും. ആദ്യത്തെ 4.5 മണിക്കൂറിനെ വിൻഡോ പീരീഡ് എന്നും പറയും. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇത് പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട്. ഇപ്പം ഈ സിംറ്റംസ് ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കണമെന്നില്ലല്ലോ? ഇല്ല, ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം കാണിക്കുമ്പോൾ തന്നെ എപ്പോഴും വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. കാരണം ഒരു മേജർ സ്ട്രോക്കിൻ്റെ സിംറ്റം ആയേക്കാം. എല്ലാം ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എത്തുക. എത്രയും പെട്ടെന്നൊരു കാഷ്വാലിറ്റി എത്തുക. സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള കാഷ്വാലിറ്റി എത്തി പരിശോധിച്ച് സ്ട്രോക്ക് അല്ലെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അതിനുള്ള സാധ്യതയുണ്ടോ? ഫാമിലി ഹിസ്റ്ററി കോൺട്രിബ്യൂട്ടറി ആണ്. എന്നാലും അല്ലാതെ തന്നെ നമുക്ക് സ്ട്രോക്കിന് മേജർ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, സ്മോക്കിങ്, അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി. ഇത്രയൊക്കെയാണ് മെയിൻ. മെറ്റബോളിക് സിൻഡ്രോം, നമ്മൾ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കാരണം നമ്മുടെ അമിതവണ്ണം, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള കാരണം. ഫാമിലി ഹിസ്റ്ററി വളരെ കുറച്ചൊരു ആൾക്കാർക്ക് മാത്രമാണ് ഫാമിലി ഹിസ്റ്ററി നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ അത് നമുക്ക് ഫാമിലി ഹിസ്റ്ററിയും ഏജും ഒക്കെ നോൺ മോഡിഫയബിൾ റിസ്ക് ആണ്. മോഡിഫയബിൾ റിസ്ക്കാണ് ഞാൻ ഈ പറഞ്ഞതല്ല. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡിയം, കൊളസ്ട്രോൾ കൂടുക, അമിതവണ്ണം, ഫിസിക്കൽ ഇനാക്ടിവിറ്റി,
ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഒരു 80% സ്ട്രോക്കുകളും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന വഴി, നിയന്ത്രിക്കുന്ന വഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മൾ സ്ട്രോക്ക് നോക്കുവാണെങ്കിൽ പലതരത്തിലെ സ്ട്രോക്കുകളുണ്ട്. നമ്മൾ സ്ട്രോക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു. ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തേക്ക് ഉള്ള രക്തയോട്ടം അടവോ അഥവാ ബ്ലീഡിങ്ങോ ഉണ്ടാകുന്നതുകൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. രക്തക്കുഴലിന് അടവുണ്ടാകുന്ന സ്ട്രോക്കുകളാണ് 85%, ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു 15% ഉള്ളത്. അപ്പം ഈ അടവുള്ള സ്ട്രോക്കിന് ഇസ്കീമിക് സ്ട്രോക്ക് എന്നും ബ്ലീഡിങ് കൊണ്ടുള്ളതിന് ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചികിത്സകളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബ്ലീഡിങ് ഉള്ളതാണെങ്കിൽ നമ്മൾ സാധാരണഗതി പ്രഷർ കൂടിയിട്ടുള്ള ബ്ലീഡിങ് ആവാം. അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രഷർ കുറയ്ക്കുകയും വളരെ അപൂർവം കണ്ടീഷനിൽ ന്യൂറോ സർജറി വേണ്ടി വരികയും ചെയ്യാം. ചില കേസിൽ ബ്രെയിനിലെ കുമിളുകൾ പൊട്ടിയുള്ള ബ്ലീഡിങ് ഉണ്ട്, അന്യൂറിസം എന്ന് പറയും. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ രക്തക്കൊഴലുകൾക്ക് മാൽഫമേഷൻ വരുന്നത്, AV മാൽഫമേഷൻ, ഇവയൊക്കെ കൊണ്ടും നമുക്ക് സ്ട്രോക്ക് വരാം, ബ്ലീഡിങ് കൊണ്ടുള്ള സ്ട്രോക്ക്. മെയിൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇസ്കീമിക് സ്ട്രോക്കാണ്. അതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനും അതേപോലെ രോഗീനെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്നത്, സമയത്തിൽ ട്രീറ്റ് ചെയ്താൽ മാത്രം. അപ്പം അത് തന്നെ രക്തക്കൊഴലിന് അടവുണ്ടാകുന്ന സ്ട്രോക്കുകളാണ്. ഇതാണ് മെയിൻ 2 ഡിഫറെൻറ്റ് സ്ട്രോക്കുകൾ. അതിനകത്ത് രക്തക്കൊഴലിന് അടവുകളുള്ള സ്ട്രോക്ക് വലിയ രക്തക്കൊഴലുകളെന്നും ചെറിയ രക്തക്കൊഴലുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. വലിയ രക്തക്കൊഴൽ സ്ട്രോക്കുകളാണ് ലാർജ് വെസൽ ഒക്ലൂഷൻ. അത് നമ്മൾ ഹാർട്ടിന് മേജർ അറ്റാക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആൾ അറ്റാക്ക് വന്നു, അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് മരിച്ചുപോയി, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബ്രെയിനിലുണ്ടാവുന്ന അറ്റാക്കാണ് ലാർജ് വെസൽ ഒക്ലൂഷൻ. സ്മോൾ വെസൽ എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ആ ലാർജ് വെസലിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് രക്തക്കൊഴലുകൾക്ക് അടവുണ്ടാവുന്നത്. അത് സാധാരണഗതി രോഗിയെ ഒരു സൈഡ് തളർച്ചയൊക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമാണെങ്കിലും അവരൊരിക്കലും ഒരു മരണത്തിലേക്കൊന്നും തള്ളി വരുന്ന സ്ട്രോക്ക് അല്ല. പക്ഷേ ഇതൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും ഒരു സ്കാനിന് വിധേയമാകുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ കൃത്യമായ വൈദ്യപരിശോധനയാണ് സ്ട്രോക്കിനെ തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും ബെറ്ററായ സൊല്യൂഷൻ എന്നാണ് നമ്മളെ ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കുട്ടി ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താൻ ലൗഡ് സ്പീക്കറുമായി കൂടെ ഞാൻ RJ നക്ഷത്ര.